ആഘോഷങ്ങളുമായി ഉലകനായകൻ കമൽഹാസൻ ചിത്രം തഗ് ലൈഫ് അണിയറയിൽ ഒരുങ്ങുകയാണ്. മണിരത്നത്തിന്റെ മറ്റൊരു ബിഗ് ബജറ്റ് ചിത്രം കൂടി എത്തുമ്പോൾ ചിമ്പുവിനൊപ്പം അശോക് സെൽവനും ചിത്രത്തിന്റെ ഭാഗമാകുന്നു എന്ന വാർത്തകൾ കഴിഞ്ഞ ദിവസം എത്തിയിരുന്നു. നിലവിൽ സിനിമയുടെ ചിത്രീകരണം ചെന്നൈയിൽ പുരോഗമിക്കുകയാണ്. ജൂൺ ആദ്യവാരത്തോടെ ഈ ഷെഡ്യൂൾ പൂർത്തിയാകുമെന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത്. സിനിമയുടെ രണ്ടാം ഷെഡ്യൂൾ വിദേശത്തായിരിക്കും ചിത്രീകരിക്കുക. 1987 പുറത്തിറങ്ങിയ നായകന് ശേഷം മണിരത്നവും കമലും ഒന്നിക്കുന്നു എന്നത് തന്നെയാണ് തഗ് ലൈഫിന്റെ ഏറ്റവും വലിയ പ്രത്യേകത. നേരത്തെ മണിരത്നത്തിന്റെ കന്നത്തിൽ മുത്തമിട്ടാൽ, ആയുധ എഴുത്ത് എന്നീ ചിത്രങ്ങളിൽ പ്രവർത്തിച്ചിട്ടുള്ള ഛായാഗ്രഹൻ രവി കെ ചന്ദ്രനാണ് തഗ് ലൈഫിന്റെ ക്യാമറയും കൈകാര്യം ചെയ്യുന്നത്. ആക്ഷന് കൂടുതൽ പ്രാധാന്യം നൽകുന്ന ചിത്രത്തിൽ അൻപറിവ് മാസ്റ്റേഴ്സ് ആണ് ആക്ഷൻ കൊറിയോഗ്രഫി ചെയ്യുന്നത്. മലയാളത്തിൽ നിന്ന് ഐശ്വര്യലക്ഷ്മി, ജോജു ജോർജ് തുടങ്ങിയവരും തഗ് ലൈഫിന്റെ ഭാഗമാകുന്നുണ്ട്. രാജ്കമൽ ഫിലിംസ് ഇന്റർനാഷണലും റെഡ് ജെയിൻ മൂവീസും ചേർന്നാണ് തഗ് ലൈഫ് നിർമ്മിക്കുന്നത്. ചിമ്പു, തൃഷ, ഗൗതം കാർത്തിക് എന്നിവരും സിനിമയുടെ ഭാഗമാണ്. പ്രഖ്യാപന സമയം മുതൽ ആരാധകർ ഏറെ കാത്തിരുന്ന മണിരത്നം ചിത്രമാണ് തഗ് ലൈഫ്. നീണ്ട 37 വർഷങ്ങൾക്ക് ശേഷം ഉലകനായകൻ കമൽഹാസനും മണിരത്നവും ഒന്നിക്കുന്ന ചിത്രം കൂടിയാണിത്. മലയാളത്തിൽ നിന്നും ദുൽഖർ സൽമാൻ, ജോജു ജോർജ്, ഐശ്വര്യ ലക്ഷ്മി, അഭിരാമി, ജയൻ രവി തുടങ്ങിയ വൻ താരനിരയാണ് ചിത്രത്തിൽ അണിനിരക്കുക എന്നായിരുന്നു ആദ്യം പുറത്തുവന്ന റിപ്പോർട്ടുകൾ. എന്നാൽ ഡേറ്റ് പ്രശ്നത്തെ തുടർന്ന് ദുൽഖറും ജയൻ രവിയും ചിത്രത്തിൽ നിന്നും പിന്മാറിയതായി അണിയറ പ്രവർത്തകർ സ്ഥിരീകരിക്കുകയായിരുന്നു. ദുൽഖറിന് പകരം തെന്നിന്ത്യൻ സൂപ്പർ താരം ചിമ്പുവാണ് എത്തുന്നതെന്ന ഔദ്യോഗിക റിപ്പോർട്ടുകളും അണിയറ പ്രവർത്തകർ പിന്നീട് പുറത്തുവിടുകയുണ്ടായി. തെന്നിന്ത്യയിൽ തന്നെ ഏറ്റവും ഹൈപ്പുള്ള സിനിമകളിൽ ഒന്നാണ് മണിരത്നവും കമൽഹാസനും ഒന്നിക്കുന്ന തഗ് ലൈഫ്. വലിയ താരനിര അണിനിരക്കുന്ന സിനിമയുടെ എല്ലാ അപ്ഡേഷനുകളും സോഷ്യൽ മീഡിയയിൽ വലിയ സ്വീകാര്യത ലഭിക്കാറുണ്ട്. സിനിമയ്ക്കായി കമൽഹാസൻ ഗാനം രചിക്കുന്നുവെന്ന റിപ്പോർട്ടുകളും പുറത്തു വന്നിരുന്നു. AR റഹ്മാനാണ് തഗ് ലൈഫിന് സംഗീതം ഒരുക്കുന്നത്. റഹ്മാന്റെ സംഗീതവും കമലിന്റെ വരികളും ചേർന്ന ഗാനം വരുമ്പോൾ അത് ആരാധകരിൽ വലിയ പ്രതീക്ഷയാണ് ഉണർത്തുന്നത്. നേരത്തെ ഹേറാം, വിരുമാണ്ടി, ഉനൈപോൽ ഒരുവൻ, വിക്രം തുടങ്ങിയ സിനിമകൾക്കായി കമൽ ഗാനം എഴുതിയിട്ടുണ്ട്. അതേസമയം കമൽഹാസന്റെ ഇന്ത്യൻ ടൂർ റിലീസിനോട് അടുക്കുകയാണ്. ഇതോടനുബന്ധിച്ച് വമ്പൻ പ്രമോഷൻ പരിപാടികളാണ് വരാനിരിക്കുന്നത് എന്നും വിക്രം സിനിമയേക്കാൾ വലിയ പ്രമോഷനുകളായിരിക്കുമെന്നും റിപ്പോർട്ടുകളുണ്ട്. ചിത്രത്തിന്റെ ഓഡിയോ ലോഞ്ച് ജൂൺ 1 നടന്നേക്കും. 1996 ബോക്സ് ഓഫീസ് റെക്കോർഡുകൾ തകർത്ത ഇന്ത്യൻ ചിത്രത്തിന്റെ രണ്ടാം ഭാഗമാണ് ഇന്ത്യൻ 2. ഇന്ത്യനിൽ AR റഹ്മാൻ സംഗീതം നിർവഹിച്ചപ്പോൾ അനിരുദ്ധ് രവിചന്ദ്രനാണ് രണ്ടാം ഭാഗത്തിന് സംഗീതം ഒരുക്കുന്നത്. എന്നാൽ ഇന്ത്യൻ 2 റിലീസിന് മുൻപ് തന്നെ ഇന്ത്യൻ റിലീസ് ചെയ്യാനുള്ള തയ്യാറെടുപ്പിലാണ് നിർമ്മാതാക്കൾ. ജൂൺ 7 ചിത്രം റിലീസ് ചെയ്യുക എന്നുള്ള റിപ്പോർട്ടുകളും പുറത്തുവരുന്നുണ്ട്.